ജുമുഅയിലേക്കൊന്നും ശ്രദ്ധ പോവുകയില്ല. ഇന്നത്തെ അവസ്ഥ എന്താ? ജുമുഅക്ക് പോകുന്നില്ല, ഖാദിമീങ്ങളും ശൈഖും കൂടി ഇങ്ങനെ പോവാ, മുരീദന്മാരും. അപ്പോ ജുമുഅ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് പങ്കെടുക്കുന്നില്ല. അപ്പോ ഈ കടന്നു വന്ന ഇപ്പോ അടുത്ത കാലത്തായി കൂടി ഒരാൾ ചോദിക്കുക, അല്ലെന്ന് വെള്ളിയാഴ്ച അല്ലേ, ജുമുഅ അല്ലേ, എന്താ മൂപ്പർ ജുമുഅക്ക് പോകുന്നില്ലേ? അപ്പോ കൂടെയുള്ള ആൾക്കാർ പറയാ, അതെ മൂപ്പർക്ക് പങ്കൊന്നും ആവശ്യമില്ല, ജുമുഅൊന്നും ആവശ്യമില്ല, വലിയ ആളായ പിന്നെ ജുമുഅ നിർബന്ധമില്ല, നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന ചില വർത്തമാനങ്ങളും അതൊക്കെ ഒരു വലിയനുള്ള അല്ലെങ്കിൽ ഒരു വലിയ മഹാനുള്ള ഒരു അടയാളമായിട്ടും പലരും തെറ്റിദ്ധരിച്ചു പോവുകയാണ്. സത്യത്തിൽ എന്താണ് നിയമം? ഇല്ല ഇല്ല. അതാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ പഠിക്കാൻ കഴിയുന്നത്. ഇബ്ലീസാവേരേച്ച ദിപ്പാനായി ചൊന്നാരേ ഇബ്ലീസേ ചാച്ചിക്ക് ദത്തിയായ ചോവാർ. ഒരിക്കൽ ശൈഖ് അവറുകൾ നടന്നു പോകുമ്പോ തന്റെ മുന്നിൽ ഒരു പ്രത്യേകമായ ഒരു കാര്യം പ്രത്യക്ഷപ്പെടുകയാണ്. ആ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രത്യേകമായ മേഘം പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നിൽ നിന്നൊരു അശരീരി കേൾക്കുകയാണ്. ആളെ കാണുന്നില്ല. എന്താണ് അശരീരി? അബ്ദുൽ ഖാദിർ, ഇനി മുതൽ നിങ്ങൾക്ക് ഹറാമായ സംഗതികളൊക്കെ നാം ഹലാലാക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ ഓർഡർ ലഭിക്കുന്നത് പോലെയുള്ളൊരു വർത്തമാനം. ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾക്കുള്ളത് മുഴുവനും, അവിടുന്ന് പറഞ്ഞത് മുഴുവനും അള്ളാഹുവിൽ നിന്നുള്ള ഓർഡറാൻ. ചൊല്ലില്ല ഒന്നോമേ എന്നോട് ചൊല്ലാതെ ചൊല്ലൂ നീ എന്റെ അമാനിൽ അതെന്നോവർ. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞിട്ടുണ്ടോ, എന്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അത് മുഴുവനും അള്ളാഹുവിൽ നിന്ന ഓർഡർ പ്രകാരമാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ പറയുന്നു അത് അള്ളാഹുവിന്റെ ഇൽഹാമാണ്, വഹിയാണെന്ന് പോലും പറഞ്ഞ് വാദിക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖുർആനിക ആയത്തിന് തെറ്റായ അർത്ഥം പറഞ്ഞുകൊണ്ട്, അതുപോലെ മഹത്തുക്കളായ ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും നമ്മുടെ സാദാത്യങ്ങളും ആലിമീങ്ങൾ നേതൃത്വം നൽകുന്ന സംഘടനയെയും നിശിതമായി വിമർശിച്ചുകൊണ്ട്. എന്താ തെളിവ്? ഓർഡർ ഉണ്ട്. നമ്മുടെ സാദാത്യങ്ങളും ആലിമീങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തന കാര്യങ്ങളെ നിഷേധിക്കാനും സാധാരണക്കാരെ അകറ്റി നിർത്താൻ പോലും സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന, എഴുതുന്ന വിധത്തിൽ ചെയ്യുന്നവർ അവർ ഔലിയാ ആവുകയില്ല. ഔലിയാ ആവണോ, വലിയാവണോ, മുത്തഖിയാവണം. അഥവാ നന്മകൾ എടുക്കുന്ന, തിന്മകൾ മുഴുവനും വെടിഞ്ഞു നിൽക്കുന്നവരാവണം. ബഹുമാനപ്പെട്ട അതാ പണ്ഡിതന്മാർ അക്കാര്യം നമ്മെ നന്നായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലിമീങ്ങൾ അതാ നമുക്ക് കാണാം ശർഹുൽ അഖായിദും അതുപോലെ ജംഉൽ ജവാമിഉലുമൊക്കെ ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ വലിയിന്റെ വിവക്ഷ പറഞ്ഞില്ലേ? അവർ ശരിക്കും നമ്മെ പഠിപ്പിച്ചു അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹ്. കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ അറിയുകയും എന്നിട്ടതാ നന്മകളായ സംഗതികൾ, അള്ളാഹു കൽപ്പിച്ച ഫർളും സുന്നത്തുമായ സംഗതികൾ എടുക്കുന്നവരാണ്. അള്ളാഹു വിരോധിച്ച സംഗതികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. നാവ് കൊണ്ട് ഗീബത്ത് പറയില്ല, കളവ് പറയില്ല. ആലിമീങ്ങളെയും സദാത്യങ്ങളെയും എന്ന് വേണ്ട സാധാരണക്കാരെ പോലും വെറുപ്പുളവാകുന്ന വർത്തമാനമുണ്ടാവുകയില്ല. അതുപോലെ തന്നെ അവരുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, അവയവങ്ങളെ കൊണ്ട് അള്ളാഹു വിലക്കിയതൊന്നും സംഭവിക്കുകയില്ല. കേൾക്കണോ നിങ്ങൾക്ക്? ഇന്ന് ഔലിയാക്കളായി പലരും വിശ്വസിക്കുകയും അവരുടെ കൂടെ മുരീദായി കൂടുകയും ചെയ്തവരുടെ ചില അനുഭവങ്ങള് അതാ എന്റെ നാട്ടുകാരനും എഞ്ചിനീയറുമായ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു കാണാം അദ്ദേഹത്തിനുണ്ടായ അനുഭവം. അദ്ദേഹം കോഴിക്കോട് ഭാഗത്ത് ഒരു ശൈഖിന്റെ വീട്ടിൽ പോയി. ശൈഖാണെന്ന് പറഞ്ഞ് ആരോ കൊണ്ടുപോയി. അങ്ങനെ ഇയാളുമായി സംസാരിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇന്നുണ്ട്, വേണമെങ്കിൽ അദ്ദേഹം അക്കാര്യം തുറന്നു പറയും. ആ ചെറുപ്പക്കാരനോട് നല്ല ഇഷ്ടപ്പെട്ട ആ ശൈഖ് സ്വകാര്യമായി തന്റെ രഹസ്യ റൂമിലേക്ക്, പ്രൈവറ്റ് റൂമിലേക്ക് വിളിപ്പിച്ചു. കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം, ഈ ചെറുപ്പക്കാരൻ ശൈഖിന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. സലാം മടക്കിയില്ല.
രണ്ടാമതും പറഞ്ഞു, മടക്കിയില്ല. മൂന്നാമതും സലാം പറഞ്ഞു, മടക്കിയില്ല. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ സലാം പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ശൈഖ് പറയാണ്, എന്താണോ സലാമിന്റെ അർത്ഥം? അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്നല്ലേ? അത് ഞാനാണ്, പിന്നെ എനിക്കെന്തിനാ സലാം എന്ന് പറഞ്ഞ അയാളുടെ വാദം അള്ളയാണ് എന്നാണ്. ഞാൻ അള്ളയാണെന്ന് വാദിക്കുന്ന ശൈഖ്, അയാളുടെ പിന്നാലെയുമുണ്ട് ആളുകള്. തെറ്റുകൾ ചെയ്യുന്നു, പക്ഷേ സാധാരണക്കാർ മനസ്സിലാക്കുന്നു അതൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോ ഈ അടുത്ത ദിവസം ഞാൻ മൈലാടിയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ പ്രഭാഷണത്തിന് പോയി. അവിടുത്തെ സദർ മുഅല്ലിം എന്നോട് പറഞ്ഞു, ഇന്ന് പലരും കുത്തുബും വലിയുമൊക്കെയായി പല മുരീദന്മാരും കൂടിയിട്ട് നടക്കുന്ന ഒരാളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അയാളും ആ ശൈഖുമായ ഒരു ബന്ധമുണ്ടായിരുന്നു. കുറച്ചു കാലം ആ ശൈഖിനടുക്കൽ പോയ വ്യക്തിയാണ് എന്നോട് പറയുന്നത്, എന്തുകൊണ്ട് ഞാൻ ആ ശൈഖിൽ നിന്ന് വിട്ടുനിന്നു? അന്ന് എനിക്ക് പരിചയമുള്ള എന്റെ നാട്ടുകാരും അല്ലാത്തവരുമായ സഹോദര സഹോദരിമാരെ ഞാൻ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അയാൾ സദസ്സിലുള്ള സമയത്ത് ആ ശൈഖിന്റെ സമീപത്തേക്ക് ഒരു പെണ്ണ് വരികയാണ്. നമ്മുടെ ചെമ്മാട് കൊടിഞ്ഞി ഭാഗത്തുള്ള ഒരു സഹോദരി ആ ശൈഖിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ പൂർണ്ണമായും ഹിജാബ് ഇട്ടിരിക്കുന്ന ആ പെണ്ണ്, മുഖമൂടി ധരിച്ചിരിക്കുന്ന ആ പെണ്ണ് ശൈഖിന്റെ മുന്നിലെത്തിയപ്പോൾ ശൈഖ് പറയാണ്, മുഖമൂടി പൊന്തിക്കാൻ, മുഖവിരി പൊന്തിക്കാൻ വേണ്ടി പറഞ്ഞു. ആ പെണ്ണത് പൊക്കിയില്ല. ആ പെണ്ണ് പഠിച്ചതുപോലെ മുഖവിരി താഴ്ത്തിയിട്ട് നിന്നു. കാരണം ആ പെണ്ണിനറിയാം ഇത് അന്യപുരുഷനാണ്, ശൈഖാണ്, പക്ഷേ അന്യനാണ്, തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ലാത്ത ആളാണ്. ചില ആളുകൾ ബൈഅത്ത് എന്ന പേരിൽ അന്യ പെണ്ണുങ്ങൾ കൈപിടിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് സ്വഹാബികളും സ്വഹാബി വനിതകളും ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, ഉടമ്പടി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ ബൈഅത്തിലും ഒരു പെണ്ണും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ചിട്ടില്ല. പുരുഷന്മാരാകുന്ന സ്വഹാബികൾ കൈപിടിച്ചു ബൈഅത്ത് ചെയ്തപ്പോൾ അതേ സ്ത്രീകളാകുന്ന ബൈഅത്ത് ചെയ്യുന്ന ഘട്ടത്തിൽ അവർ കൈപിടിച്ചില്ല. ഈ ശൈഖ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ഈ സഹോദരിയോട് മുഖം തുറന്നിടാൻ പറയുമ്പോൾ അപ്പെണ്ണത് മടിച്ചു, തുറന്നു കണ്ടില്ല. അപ്പോഴാണ് അയാൾ പറയുന്നത്, ഓ നീ തുറക്കുന്നില്ലെങ്കിൽ തുറക്കണ്ട, ഇപ്പോൾ എന്റെ അടുക്കൽ ആയിഷ ബീവി ഒന്ന് പോയിട്ടേ ഉള്ളൂ. ഇത് ആര് കേൾക്കണേ? സദർ മുഅല്ലിം കേൾക്കാൻ. അന്നും അയാളുണ്ട്. അന്ന് അയാൾ തീരുമാനിച്ചു, ഇയാളെ കൂടെ കൂടാൻ പറ്റില്ല, ഇങ്ങനെ അന്യ സ്ത്രീകളുമായി ഇടപഴകുക, ഒരുപാട് ഹറാമുകൾ ചെയ്യുന്നതിന് വിരോധമില്ലെന്നുള്ള വിചാരം അത് എത്ര ശൈഖായാലും പറ്റില്ല. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്കുള്ള ഓർഡർ ഒരു അശരീരി കേൾക്കുകയാണ്, അബ്ദുൽ ഖാദിറെ ഇന്ന് മുതൽ താങ്കൾക്ക് അതാ മുഴുവൻ ഹറാമുകളും ഹലാലായി പോയി. ഇത് കേട്ടപ്പോൾ ശൈഖ് അവർകൾ അപ്പോൾ തന്നെ അങ്ങ് അടിച്ചു എന്നാണ്. പോടാ പിശാചേ എന്ന് പറഞ്ഞ് പിശാചിനെ ആട്ടി ഓടിക്കുകയാണ്. അപ്പോൾ ആ ശരീരിൽ നിന്ന് കേട്ടു, നീ വിജയിച്ചിരിക്കുന്നു, നിന്നെ എനിക്ക് ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല. നിന്നെ പോലെ ഒരുപാട് ആളുകളെ, നിന്റെ പോലെ ഉണ്ടായിരുന്ന പലരെയും ഞാൻ പറ്റിച്ചു കളഞ്ഞിട്ടുണ്ട്, നീ എന്റെ മുന്നിൽ വിജയിച്ചു പോയി. ശൈഖ് അവറുകൾ ഈ വിവരം സമൂഹത്തിന്റെ മുന്നിൽ പറയുമ്പോൾ ആ സമകാലികരായ ആലിമീങ്ങളും മറ്റും ചോദിച്ചിട്ടുണ്ട് ശൈഖ് അവറുകളോട്. തലായിദിൽ കാണാം, മഹാനവറുകൾ പറയുന്നു, ചോദിക്കുന്നു അവരോട്, അല്ല ശൈഖേ, ഈ കേട്ടത് പിശാചിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഈ പ്രഖ്യാപനം അത് ഒരു പിശാചിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അയാൾ എന്താണോ പറഞ്ഞത് പറഞ്ഞത് തന്നെ. എന്താ പറഞ്ഞത്? ഹറാമുകളൊക്കെ നിനക്ക് ഇനി മുതൽ ഹലാലാണ്, അതൊരിക്കലും ഉണ്ടാവുകയില്ല. ഖിയാമത്ത് നാൾ വരുന്ന ഒരു മുസ്ലിം, അയാൾ വലിയാവട്ടെ, അത് എത്ര വലിയ നേതാവായിരുന്നാലും ഒരു ഹറാം ഹലാലാകുന്നില്ല. അല്ലാഹു
അല്ലാഹുവിന്റെ അടുത്ത ആളായിപ്പോയെന്ന നിലക്ക് ഹറാമ് ഹലാലാവുകയോ ഫർള് അത് വേണ്ടെന്ന് വെക്കാനോ സുന്നത്തുള്ളെടുക്കേണ്ടതില്ലെന്ന് വെക്കാനോ പറ്റില്ല. ഇവിടെയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ നമ്മൾ വായിക്കേണ്ടത്. സമകാലികരായ ആലിമീങ്ങളും അവിടുത്തെ ശിഷ്യഗണങ്ങളും അവിടുത്തെ മുരീദുമാരുമായ ആളുകൾ